ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു യാത്രയാണ്. അത് വേറെ എങ്ങോട്ടുമല്ല. ഇവിടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയില്ലേ മൂത്തച്ചിന്ന്, അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ കാണാനാണ് ഈ യാത്ര. ഞങ്ങൾ ഈ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം അമ്മയ്ക്ക് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഞാനും ഏട്ടനാണ് പോകൽ. അപ്പോൾ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് പോകൽ. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ റോഡിൻ്റെ അവസ്ഥയൊന്നും നോക്കണ്ട, കുണ്ടും കുഴികളേ ഉള്ളൂ കൂടുതലും. കാരണം ഇവിടെ റോഡ് പണി നിന്നൊരു ടൈം ഇവിടെ വന്നിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ട് നിൽക്കും. അതിനനുസരിച്ച് ഈ ഒരു അവസ്ഥകൾ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ സ്ഥലത്തുനിന്ന്, അതായത് ഞങ്ങളെ സ്ഥലം ഇപ്പോൾ അരൂരാണ്. അരൂരിൽ നിന്ന് ഐക്യരപടി റൂട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഐക്യരപടിയിലെത്താൻ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂറോളം വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സംഭവ വികാസങ്ങളാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റൂട്ടിൽ പോകുന്ന ഫസ്റ്റത്തെ ശിവക്ഷേത്രമാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ അവിടുന്ന് ഐക്യരപടിയിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് കുറേ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആകെ പോകാൻ കഴിയുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ശിവക്ഷേത്രം മാത്രമേ ഉള്ളൂ. പല ടൈം ഞങ്ങൾ വിചാരിക്കും പോകണമെന്ന്, പക്ഷേ പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിലൊന്നും വലിയ മഴയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകെ നമ്മളെ കെ വി കാവ് എന്ന് പറഞ്ഞാൽ കണ്ണംവെട്ടിക്കാവ് എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കണ്ണംവെട്ടിക്കാവിലെത്തിയിട്ടാണ്. കണ്ണംവെട്ടിക്കാവ് ഞങ്ങളെ ഭാഗത്ത് തോന്നുന്നു എനിക്ക് കുറച്ച് വലിയ അങ്ങാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കണ്ണംവെട്ടിക്കാവ് ഇപ്പോൾ പാസ് ചെയ്ത് പോയിട്ടോ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന അടുത്ത ക്ഷേത്രമാണ് നരസിംഹ ക്ഷേത്രം. അത് നെച്ചിയിൽ നരസിംഹ ക്ഷേത്രം എന്നാണ് പറയുക. അതാണ് ഈ കാണുന്നത്. ഇവിടേക്ക് ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പോകണം എന്ന് വിചാരിക്കും, പക്ഷേ ഇതുവരെ അവിടെ എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഞങ്ങളിത് കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞതാണ് നമുക്കൊരു ദിവസം പോകണമെന്ന്. അങ്ങനെ പോകാൻ കഴിയട്ടെ. അങ്ങനെ നമ്മളതും പാസ് ചെയ്ത് പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിയെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഗ്രാമമാണ്. ഇപ്പം പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മളെ ഈ ചെറിയ മഴയുള്ള ചാറ്റൽ മഴയുള്ള ടൈമിലൊക്കെ ഒരു റൈഡിന് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതൊക്കെ. അങ്ങനെ അടുത്ത ക്ഷേത്രമാണ് ഇനി വരാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രം. ഈ കാണുന്ന ക്ഷേത്രത്തിലേക്ക് ഞാൻ കയറിയിട്ടില്ല, അതുകൊണ്ട് കൂടുതലായിട്ട് ഇപ്പം അറിയില്ല. ഇത് വിഷ്ണു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ക്ഷേത്രം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇനി ക്ഷേത്രങ്ങളില്ല തോന്നുന്നു. ഈ ഒരു വഴിയിൽ ഇതേ ഉള്ളൂ. നമ്മൾ ഐക്യരപടിയിലേക്ക് കയറാനായിട്ടോ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അരൂരിൽ നിന്ന് ഐക്യരപടിയിലേക്ക് അരമണിക്കൂറോളം യാത്ര ഉണ്ട്. അങ്ങനെ നമ്മൾ ഐക്യരപടി മെയിൻ റോഡിലെത്തി. ഇനി അടുത്ത കലാപരിപാടി എന്താ വെച്ചാൽ, വണ്ടി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അങ്ങനെ ഞങ്ങൾ അടുത്ത് കാണുന്ന പെട്രോൾ പമ്പിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. പെട്രോൾ പമ്പ് കണ്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ